ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. ഞാൻ മഞ്ജുശ്രീ. ഇന്ന് വളരെ ടേസ്റ്റുള്ള ഒരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പ്രോൺസ് ബിരിയാണി. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: 250 ഗ്രാം പ്രോൺസ് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം മാറ്റി എടുത്തു വെച്ചത്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 നുള്ളു കുങ്കുമപ്പൂവ് എടുത്തിട്ട് 2-3 ടേബിൾ സ്പൂൺ വാം വാട്ടറിൽ കുതിർത്ത് വെച്ചതാണിത്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 മീഡിയം സൈസ് ഇഞ്ചി ചെറിയ സ്ലൈസായി നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക്, 1 വലിയ ടൊമാറ്റോ മുറിച്ച് വെച്ചത്, 1 വലിയ സവോള സ്ലൈസായി ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 2 ടേബിൾ സ്പൂൺ പുതിനയില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, ഗ്രാമ്പൂ, സിനാമൺ, പട്ട, കുരുമുളക്. ബിരിയാണി തയ്യാറാക്കുന്നതിനായിട്ട് 2.5 കപ്പ് റൈസാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രയാണ് നമ്മൾ റൈസ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 15 മിനിറ്റോളം സോക്ക് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ള റൈസാണ് ഈ കാണുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അരി വേവിക്കുന്നതിനൊപ്പം കുറച്ച് നെയ്യും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ചെറുതീയിലിരുന്നിട്ട് അരി ഹാഫ് ബോയിൽ ആവുന്നവരെ വേവിച്ചെടുക്കുക. പ്രോൺസ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് സൈഡിലിരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ജീരകമാണ് ഞാൻ എണ്ണയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം. ഒന്ന് ചെറുതായിട്ട് കളർ മാറി ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ബാക്കിയുള്ള കടമസാലകൾ ഓരോന്നായിട്ട് എണ്ണയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുക. സിനാമൺ, സ്റ്റാർ ഫ്ലവർ, ജാതിക്ക, കുരുമുളക്, ഗ്രാമ്പൂ, ബേ ലീഫ്. ഇതെല്ലാം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്ക് അതിനകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. എങ്കിൽ ടൊമാറ്റോ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉടച്ച തൈര് അത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് 3 ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരുമ്പോഴേക്ക് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. കീറി വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിന് മേലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾക്ക് എരിവ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരുന്ന റൈസ് ഇതിന് മേലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് മുഴുവനായി ഞാൻ ഈ പാനിലിപ്പം നിർത്തി കഴിഞ്ഞു. അതിന് മുകളിലേക്ക് കുങ്കുമപ്പൂവ് കുതിർത്ത് വെച്ചിരുന്നത് ഒഴിച്ചു കൊടുക്കുക. ഇത് നാച്ചുറൽ കളർ കൊടുക്കും ബിരിയാണിക്ക്. പുറത്തുനിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കളർ അത്ര നാച്ചുറൽ അല്ല, അത് ഹെൽത്തിന് അത്ര നല്ലതല്ല. മുകളിലേക്ക് പിന്നെ നമ്മൾ ഇഞ്ചി കഷ്ണങ്ങൾ സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സ്പൈസ് കൂടുന്ന കാര്യമാണിത്. അപ്പോൾ സ്പൈസ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇഞ്ചി കഷ്ണങ്ങൾ നമ്മൾക്ക് കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതിന് മുകളിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പുതിനയില ചേർത്ത് കൊടുക്കുക. ഓൾറെഡി ഫ്രൈഡ് ചെയ്ത് വെച്ചിരുന്ന ഓനിയൻ ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സമയത്തോളം നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ബിരിയാണി ദം ചെയ്തെടുക്കുന്നതിനായിട്ട്
കല്ലാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കല്ല് ചൂടായപ്പോൾ അതിന് മേലേക്ക് നമ്മുടെ ബിരിയാണി പാത്രം എടുത്ത് വെച്ചു. അപ്പോൾ ഈ കല്ലിന്റെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ ലിഡ് ഗോതമ്പ് മാവ് വെച്ചിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഇപ്പോൾ മീഡിയം ടു ലോ ടെമ്പറേച്ചറിലാണ്. ഒരു 15 മിനിറ്റ് സമയം എടുക്കും ഇതൊന്ന് ദം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ 15 മിനിറ്റോളം സമയമായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി കത്തി വെച്ച് ഇതിന്റെ പതുക്കെ സൈഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനായിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.